PSC LD ക്ലർക്ക് തുടങ്ങിയ മത്സര പരീക്ഷകളിലെല്ലാം ശതമാനം എന്ന വിഭാഗത്തിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന 2-3 ചോദ്യങ്ങളാണ് ഞാനിവിടെ വിശദമാക്കുന്നത്. ഇങ്ങനെയുള്ള മത്സര പരീക്ഷകളിലെല്ലാം നമുക്ക് ഷോർട്ട് കട്ടായ മെത്തേഡ് അറിയാമെങ്കിൽ നമുക്ക് സമയബന്ധിതമായി എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. ചോദ്യങ്ങളുടെ പ്രത്യേകത അത് തന്നെയായിരിക്കും. എല്ലാത്തിനും ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നുണ്ടാവും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം 50ന്റെ എത്ര ശതമാനമാണ് 55 എന്നാണ്. അപ്പൊ ആദ്യം നമുക്കിതിനെ മനക്കണക്കായി ചെയ്യുകയാണെങ്കിൽ 50ന്റെ എത്ര ശതമാനമാണ് 55 എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 50നേക്കാൾ വലിയൊരു സംഖ്യയാണ് 55 എന്ന് പറഞ്ഞാൽ അത് 100% കൂടുതലാണ് എന്നർത്ഥം അല്ലെ. അപ്പൊ എത്ര കൂടുതൽ, 100%ത്തേക്കാൾ എത്ര കൂടുതൽ എന്ന് ആലോചിക്കുക. 50ന്റെ 100% എന്ന് പറയുമ്പോൾ 50 ആണല്ലോ. പിന്നെ അതിനേക്കാൾ 5 ആണ് കൂടുതൽ. 5 എന്ന് പറഞ്ഞാൽ 50ന്റെ 10% അല്ലെ. അപ്പൊ ആകെ 110% എന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതി ചെയ്യാനും പറ്റും. എഴുതി ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ ചെയ്യേണ്ടത്? 55/50 × 100 എന്ന് ചെയ്താൽ മതി അല്ലെ. അതായത് നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 55 × 10 എന്നത് 550/5 എന്ന് പറയുമ്പോൾ 110%. അതായത് 50ന്റെ 110% 55 എന്ന് കിട്ടും. അടുത്തത്, ഒരു സംഖ്യയുടെ 8.13% 25 ആണ്. ആ സംഖ്യയുടെ 31.13% എത്ര എന്നാണ് ചോദ്യം. അപ്പൊ സംഖ്യയുടെ 8.13% 25 എന്ന് പറഞ്ഞാൽ 8.13 എന്നത് ഒരു മിശ്ര ഭിന്നമാണ്. അപ്പൊ നമുക്ക് സംഖ്യയുടെ അതിനെ വിഷമ ഭിന്നാക്കി നോക്കാം. സംഖ്യയുടെ 8.13 3 8 24 24 1 25 അല്ലെ. അപ്പൊ 25/3% 25 ആണ്. അപ്പൊ സംഖ്യയുടെ 25/3% 25 ആണെങ്കിൽ 33.13% എത്ര എന്ന് കണ്ടുപിടിക്കണം അല്ലെ നമുക്ക്. അപ്പൊ ഈ 33.13 വിഷമ ഭിന്നാക്കി എത്ര കിട്ടുക? 33 3 × 33 പറയുമ്പോൾ 99. 99 1 100 അല്ലെ. അപ്പൊ സംഖ്യയുടെ 100/3% എത്ര എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. 25/3% 25 ആണ് അല്ലെ. അപ്പൊ 50/3% 50 ആയിരിക്കുമല്ലോ അല്ലെ. അങ്ങനെയാണ് 100/3% എത്ര? 100 തന്നെ ആയിരിക്കും. അതായത് ആ സംഖ്യയുടെ 33.13% എന്ന് പറയുന്നത് 100 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇനി മറ്റൊരു ചോദ്യം നോക്കാം. ഒരു ചതുരത്തിന്റെ നീളം 10% വർദ്ധിക്കുകയും വീതി 10% കുറയുകയും ചെയ്താൽ പരപ്പളവ് കൂടുമോ കുറയുമോ? പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ, ആ ചതുരത്തിന്റെ ഏരിയ കൂടുമോ കുറയുമോ? അതാണ് ചോദ്യം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്. ഇതിൽ തന്നെ പിന്നെ പല വ്യത്യസ്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. 10% വർദ്ധിക്കുന്നു, വീതിയും 10% വർദ്ധിക്കുന്നു, അപ്പൊ ഉണ്ടാകുന്ന മാറ്റം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതിൽ കുറെ പിന്നെ വ്യത്യസ്ത രീതിയിൽ ഈ ചോദ്യം ചോദിക്കാവുന്നതാണ്. ഇനി ചതുരം തന്നെ ആവണമെന്നില്ല, ചതുരത്തിന് പകരം ഒരു സംഖ്യ എന്നെടുത്തിട്ട് പറയാം. ഓക്കെ. അപ്പൊ എങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നോക്കാം. ചതുരത്തിന്റെ നീളം 10% വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ, വർദ്ധിച്ചാല് ആ പുതിയ ചതുരത്തിന്റെ നീളം എത്രയായിരിക്കും? പുതിയ ചതുരത്തിന്റെ നീളം 10% വർദ്ധിച്ചാല് 110/100 ആയിരിക്കും പുതിയ ചതുരത്തിന്റെ നീളം. ഓക്കെ. അതേപോലെ വീതി 10% കുറയുന്നു എന്ന് പറഞ്ഞാല് പുതിയ ചതുരത്തിന്റെ വീതി 10% കുറയുന്നു എന്ന് പറഞ്ഞാൽ 90/100. 100-ന് 10 കൂട്ടുന്നു. വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ കൂട്ടുക, പിന്നെ കുറയുന്നു എന്ന് പറയുമ്പോൾ 100-ന് 10 കുറക്കുക. അങ്ങനെയാണ് ഇത് രണ്ട് കിട്ടുന്നത്. ഓക്കെ. ഇനി പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളവും വീതിയും ഗുണിക്കലല്ലേ. പരപ്പളവ് സമം നീളവും വീതിയും ഗുണിക്കുക. അപ്പൊ 110/100 ഗുണിക്കണം 90/100 അല്ലെ. അപ്പൊ നമുക്ക് ഇതിന്റെ പിന്നെ പൂജ്യങ്ങൾ കട്ട് ചെയ്താലോ? 0, ഇവിടുത്തെ 0 കട്ട് ചെയ്യാം, ഈ 0 കട്ട് ചെയ്യാം, അവിടെ ഒരു 0, 100 മാത്രം ബാക്കി അല്ലെ. അപ്പൊ 11 ഗുണിക്കണം 9 പറഞ്ഞാൽ 99 അല്ലേ. അപ്പൊ 99/100 എന്ന് കിട്ടും. എന്ന് വെച്ചാല് പരപ്പളവ് 99/100 എന്ന് കിട്ടുമ്പം 100-നേക്കാൾ കുറവാണ് അല്ലെ നമുക്ക് ഈ 99 എന്ന് പറഞ്ഞാൽ 100-നേക്കാൾ 1 കുറവല്ലേ. അതിന്റെ അർത്ഥം ഇവിടെ പരപ്പളവ് 1% കുറയുന്നു എന്നർത്ഥം. ഓക്കെ.
അപ്പൊ പിന്നെ ഇതുപോലെ നീളം 10% വർദ്ധിക്കുന്നു, വീതിയും 10% വർദ്ധിക്കുകയാണെങ്കിൽ എത്രയാണ് വരുവാന്ന് അറിയോ? ഇതുപോലെ എത്ര വരും? 110/100 ഗുണിക്കണം 110/100 എന്ന് വരും. അപ്പൊ അവിടെ 11 ഗുണിക്കണം 11 121 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് 21% വർദ്ധിക്കുന്നു എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഏത് രീതിയിൽ വന്നാലും ഇങ്ങനെ, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താ വരുന്നത്? പരപ്പളവ് 1% കുറയുന്നു. എങ്ങനെ കിട്ടും നമുക്കത്? ഇവിടത്തെ ഉത്തരം 99/100 എന്നാണ്. അത് 100നെ, ഈ 99 എന്ന സംഖ്യ 100നേക്കാൾ 1 കുറവാണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്താ? പരപ്പളവ് 1% കുറയുന്നു എന്നാണ്. ഇവിടുത്തെ ഇത് 100നേക്കാൾ വലിയൊരു സംഖ്യയാണ് കിട്ടുന്നതെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കൂടുന്നു എന്ന് എഴുതണം. എത്രയാണോ ഇവിടെ 100നേക്കാൾ കൂടുതൽ കിട്ടുന്നത് അങ്ങനെ അതുപോലെ ഉത്തരം എഴുതാം. ഓക്കെ, 121 എന്നാ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എഴുതും 21% വർദ്ധിക്കുന്നു അല്ലെങ്കിൽ 21% കൂടുന്നു എന്ന് ഉത്തരം എഴുതണം. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞിരിക്കുന്ന 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ചെയ്ത രീതി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.